ചുമ്മാ ഒരു 5000 രൂപ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ഇല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ 5000 രൂപ ലോൺ തരട്ടെ. ചുമ്മാ കിട്ടുന്നതല്ലേ, അതിന് യാതൊരു വിധമായിട്ടുള്ള ഗ്യാരണ്ടിയും കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യെസ് എന്ന് പറയുന്നവരാവും നമ്മിൽ ഭൂരിഭാഗവും. കോവിഡിന് ശേഷം നമ്മുടെ നാട് കണ്ട വലിയ ഒരു തട്ടിപ്പാണ് ലോൺ ആപ്പ് തട്ടിപ്പ്. ലോൺ ആപ്പ് എടുത്ത് ആപ്പിലായവരുടെ എണ്ണം അനേകമാണ്. കഴിഞ്ഞ വർഷം എറണാകുളം ജില്ലയിലെ കടമക്കുടിയിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ലോൺ എടുത്താൽ 5000 രൂപ ലോൺ എടുത്താൽ എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഈ ലോൺ ആപ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ലോൺ തിരിച്ചടിച്ചല്ല എങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള വളരെ മ്ലേച്ഛകരമായിട്ടുള്ള ചില മാർഗങ്ങളും ഉപയോഗിക്കാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഫോണിലേക്ക് പരിചിതമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് ഒരു 1.5 കൊല്ലം മുമ്പ് എത്തി. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: എൻ്റെ അടുത്ത ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് 5000 രൂപ അവരിൽ നിന്ന് വായ്പ വാങ്ങിയിരിക്കുന്നു, തിരിച്ചു തരുന്നില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, താങ്കൾ ഒന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് 5000 രൂപ മേടിച്ചു തരണം എന്നുള്ളതായിരുന്നു ആ മെസ്സേജ്. എനിക്ക് അത്ഭുതമായി. എൻ്റെ നമ്പർ എങ്ങനെയായിരിക്കാം കിട്ടിയിരിക്കുക? തുടർന്നാണ് ഈ ലോൺ ആപ്പുകളെ പറ്റി ഞാൻ ഒന്ന് പഠിച്ചത്. അപ്പോൾ മനസ്സിലായത്, അവർ ആപ്പുകൾ കൊടുക്കുമ്പോൾ തന്നെ, ലോൺ കൊടുക്കുമ്പോൾ തന്നെ ഇത് തിരിച്ചടയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു അനുവാദം മേടിക്കുന്നുണ്ട്. നമ്മുടെ ചാറ്റ് ഹിസ്റ്ററികൾ നോക്കുവാനായിട്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പറുകൾ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു അനുവാദം. ആ അനുവാദം വെച്ചുകൊണ്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളോട് ഇവർ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കലാണ് ആദ്യ പരിപാടി. അതിൻ്റെ കൂടുതൽ മോശമായൊരവസ്ഥ എന്ന് പറയുന്നത്, ഇവരുടെ ചിത്രങ്ങൾ അവരുടെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഫോണിൽ നിന്നെടുത്ത മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാശ് തിരിച്ചു മേടിക്കുക. മറ്റു ചിലർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ, ഇവരുടെ അശ്ലീല സൈറ്റുകളിൽ നിന്നുള്ള ലിങ്കുകൾ ഇട്ട് കൊടുക്കുക. ഈ കടമക്കുടിയിലുണ്ടായ മരണത്തിന് കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു വീട്ടമ്മയുടെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചത് വഴിയുണ്ടായ മാനസിക വ്യതയിൽ നിന്നായിരുന്നു ഈ മരണം ഉണ്ടായത്, ആത്മഹത്യയിലേക്ക് നയിച്ചത്. ലോൺ ആപ്പുകൾ നിയമവിധേയമാണോ? അല്ല എന്ന് പറയേണ്ടി വരും. ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് RBIയുടെ ഗൈഡ് ലൈനുകളാണ്. RBIയുടെ ഗൈഡ് ലൈൻ പ്രകാരം ബാങ്കുകൾക്കോ NBFCകൾക്കോ, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളാണ് NBFCകൾ എന്ന് പറയുന്നത്, ഇവർക്ക് മാത്രമാണ് ലോൺ ആപ്പുകൾ നിർമ്മിക്കുവാനായിട്ടുള്ള അവകാശമുള്ളത്. അല്ലാതെ മറ്റൊരു വകുപ്പുകൾക്കും വിഭാഗങ്ങൾക്കും ലോൺ കൊടുക്കുവാനായിട്ടുള്ള അധികാരമില്ല. മാത്രമല്ല, ഇവർ ലോൺ കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിലേക്ക് വേണം ലോൺ കൊടുക്കുവാനായിട്ട്. ഒരു ആപ്പ് വഴിയോ മറ്റേതെങ്കിലും ഇടനിലക്കാർ വഴിയോ ഈ പണം കൈമാറുവാനായിട്ട് RBIയുടെ ഗൈഡ് ലൈൻ അനുവാദം നൽകുന്നില്ല. RBIയുടെ ഗൈഡ് ലൈൻ പ്രകാരം ഒരാളുടെ സ്വകാര്യപരമായിട്ടുള്ള വസ്തുതകളെ, അവൻ്റെ ഫാക്റ്റുകളെ പ്രചരിപ്പിക്കുവാനായിട്ടുള്ള അനുവാദം ഒരു ബാങ്കിനും കൊടുക്കുന്നില്ല. അവർക്ക് നോട്ടീസ് അയക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ അയാളുടെ അയാളുടെ ഡേറ്റകൾ കളക്ട് ചെയ്തുകൊണ്ട്, അയാളുടെ ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്തുകൊണ്ട് അവർക്ക് മെസ്സേജ് അയക്കുവാനായിട്ട് RBI ഗൈഡ് ലൈൻ തരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നതാണോ പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? ശരിക്കും നിങ്ങൾ ഒരു ക്രിമിനൽ കുറ്റത്തിന് വിധേയമാകപ്പെടുകയാണ് എന്നാണ് അറിയേണ്ടത്. ഭാരതീയ നിയമസംഹിതയുടെ 308, 351 വകുപ്പുകൾ പ്രകാരം, അതോടൊപ്പം തന്നെ IT ആക്ടിൻ്റെ 66E, 67 വകുപ്പുകൾ പ്രകാരം നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഗൂഢാലോചനപരമായിട്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പണം ചോദിക്കുന്നത് തെറ്റാണ് എന്നറിയുക. IT ആക്ട് പ്രകാരം നിങ്ങളുടെ പടങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതും ക്രിമിനൽ കുറ്റവുമാണ്. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. പണം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു വസ്തുത. പക്ഷേ ആ പണം മേടിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളെക്കെതിരെ ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലീസിനെ സമീപിക്കുകയാണ് വേണ്ടത്. സൈബർ ക്രൈമുകൾക്കുള്ള പോലീസിൻ്റെ നമ്പറായ 1930 ഉടനടി റിപ്പോർട്ട് ചെയ്യുക.
കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധി പ്രകാരം, അതായത് ജസ്റ്റിസ് VG അരുണിൻ്റെ ഒരു വിധി പ്രകാരം എല്ലാ ലോൺ ആപ്പുകൾക്കെതിരെ നടപടിയെടുക്കുവാനായിട്ടും അത് അടച്ചുപൂട്ടുവാനായിട്ടും ഇത് ഒഴിവാക്കുവാനും പ്ലേ സ്റ്റോറിൽ നിന്ന് മാറ്റുവാനായിട്ടും പ്രത്യേകം വിധി കൊടുത്തിട്ടുണ്ട്. കേരള പോലീസിന് ഇതിനു വേണ്ടിയിട്ടൊരു വിങ് തന്നെ, അതായത് ലോൺ ആപ്പുകളുടെ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു വിങ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പണത്തോടുള്ള ആർത്തിയിൽ ഇങ്ങനെയുള്ള കെണികൾ പെടാതിരിക്കും. നമുക്ക് ആവശ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ അത് അബദ്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടമാകുന്ന രീതിയിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി അബദ്ധത്തിൽ പെട്ടുവന്നിരിക്കുക, പേടിക്കാതിരിക്കുക. നിയമം നിങ്ങളുടെ സഹായത്തിനുണ്ട്. പേടിക്കാതെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക. സൈബർ സംബന്ധിയായിട്ടുള്ള എന്ത് കുറ്റകൃത്യങ്ങളും നിങ്ങൾ വിധേയരായി കഴിഞ്ഞാൽ അത് 1930 എന്ന നാഷണൽ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടുക, അവിടെ അറിയിക്കുക, അതിന് പ്രതിവിധികൾ തേടുക.